ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ എന്തായാലും ഞാൻ ഈ സ്റ്റോറിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മാന്യ പ്രേക്ഷകരൊക്കെ സഹായിക്കുക. ഒരു ഫ്രോഡ് പറ്റിച്ചത് മൂലമാണ് ചേച്ചി ഈ ഒരു അവസ്ഥയിലേക്ക് വന്ന് നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ചേച്ചിയായിരുന്നു. ബ്ലഡ് ലീക്കായി ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് പൈസ ഇല്ല. അതാ ഒരു പൊതി ചോറ് വരയ്ക്ക് ഞാൻ കാത്തിരുന്നു. അത്രയ്ക്ക് ബുദ്ധിമുട്ടിലായിപ്പോ എന്റെ പണമായിരുന്നിരുന്നതാണ്. നമസ്കാരം. മഞ്ജുള ചേച്ചിയുടെ വാർത്ത നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. മഞ്ജുള ചേച്ചിയുടെ കാശൊക്കെ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ഫ്രോഡ് അടിച്ചുകൊണ്ട് പോയിട്ട് അവർ തെരുവിലായി. ഈ അവസ്ഥയിലാണ് അവരുടെ ഹസ്ബൻഡ്. ചേട്ടൻ്റെ പേരെന്താണ്? ചന്ദ്രൻ. ചേട്ടൻ പ്ലാവിൽ നിന്ന് വീണിട്ട് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. അദ്ദേഹത്തിന് എന്താ പറയാ, ബ്ലഡ് ലീക്കായി അല്ലേ? ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് പൈസ ഇല്ല. അതാ ഒരു പൊതി ചോറ് വരയ്ക്ക് ഞാൻ കാത്തിരുന്നു. അത്രയ്ക്ക് ബുദ്ധിമുട്ടിലായിപ്പോ എന്റെ പണമായിരുന്നിരുന്നതാണ്. എന്റെ ഭർത്താവിന് ബെറ്റർ ചികിത്സ ചെയ്തത്. ഇന്ന് മെഡിക്കൽ കോളേജിൽ പോകേണ്ടതാ. എനിക്ക് 1 രൂപ ഇല്ലാത്തോണ്ട് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് എന്നെ വീട്ടിൽ കൊണ്ടുപോയി കിടത്താൻ പറഞ്ഞ് ഞാൻ ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോകുന്ന ഒരാള്. എൻ്റെ അടുത്ത് 5 പൈസ അല്ല 6 കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ഭർത്താവിനോട് രക്ഷപ്പെടുത്തിട്ടുണ്ട് ഞാൻ പറയുന്നുണ്ട്. അത്രയ്ക്ക് വിഷമമുണ്ട്. എന്റെ അടുത്തിരുന്ന പണമല്ല ഓർത്ത പട്ടിച്ചിട്ട്. എനിക്കറിയാം, ഞാൻ ആ വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചേച്ചിയുടെ കാശ് മൊത്തം ഒരു പക്ക ഫ്രോഡ്. അയാൾ ചേച്ചിയെ മാത്രമല്ല ഒരുപാട് പേരെ പറ്റിച്ച് ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അടിച്ചുകൊണ്ട് പോയി. ഇപ്പൊ അദ്ദേഹത്തിന്റെ കാശല്ല അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരിലാക്കിയില്ല, അദ്ദേഹത്തിന്റെ സ്വത്തുക്കളുടെ പേരിലാക്കി. 10-ാം മാസം മോളുടെ പേരിലാക്കി കേസ് കൊടുക്കാൻ പറഞ്ഞിട്ട്. ഇത് അയാളുടെ സഹോദരിക്ക് എന്തോ ക്യാൻസർ എന്ന് പറഞ്ഞല്ലേ കാശ് അമ്മയ്ക്ക് കാശ് വാങ്ങിച്ചിട്ട് പോയത്. അത് കള്ളായിരുന്നു, നമ്മൾ അറിഞ്ഞില്ല. നമ്മുടെ പ്രേക്ഷക മനസാക്ഷി കാണേണ്ട കാഴ്ചയാണ് ഈ ചേച്ചിയുടെ കാശ് രഞ്ജിത്ത് എന്നുള്ള ഫ്രോഡ് പറ്റിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങൾ സ്റ്റേഷന് മുന്നിലും അവിടെ എവിടേക്ക് വെച്ച് വാർത്ത ചെയ്തു. പക്ഷേ ഇതുവരെ അയാൾക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ട് അയാൾ ഒളിവിലാണ്. അയാളുടെ സ്വത്തുക്കളെല്ലാം തന്നെ അയാളുടെ അച്ഛൻ്റെ പേരിലും അവൻ മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ ഈ ചേച്ചി ഇവിടെ സ്വന്തം ഹസ്ബൻഡിനെ ചികിത്സിക്കാൻ കാശില്ലാതെ മെഡിക്കൽ കോളേജിലേക്ക് ചോറ് വാങ്ങി തരാൻ പോലെ എനിക്കില്ല. ഇപ്പൊ എന്റെ ഭർത്താവ് ഇന്ന് മൂത്രം ഒഴിക്കാൻ കെട്ടാണ്ട് നെഗി 2 അത് ആ കാലമില്ലാത്ത മനുഷ്യനെടുത്ത് വാങ്ങിച്ചത്. ഇങ്ങനെ കെട്ടാൻ വേണ്ടി സ്നേഹി അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണ്. ആരും കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം എൻ്റെ ഭർത്താവിന് ചികിത്സയ്ക്ക് വേണ്ടി ചെയ്യണം. ഞാൻ താഴ്മയോടാണ് ചോദിക്കുന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണ്. നമ്മൾ തട്ടുകട നടത്തുന്നത് എല്ലാവർക്കും അറിയാം. ചേച്ചി എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ ഗംഗാ ബാറിന്റെ ഓപ്പോസിറ്റ് തട്ടുകട, ആറ്റിങ്ങൽ ഗംഗാ ബാർ, നമ്മുടെ മാമത്ത്, അവിടെ തട്ടുകട നടത്തിക്കൊണ്ടുവന്ന ചേച്ചിയാണ്. ആ ചേച്ചിയുടെ ആ ഒരു പറ്റിച്ച സമയം മുതൽ ഞാൻ 2 വാർത്ത ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഈ ഒരു വല്ലാത്തൊരു ദയനീയാവസ്ഥ ഞാൻ കാണുന്നത്. കാരണം ഇപ്പോൾ ചികിത്സിക്കാനോ എന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി, പക്ഷെ അങ്ങോട്ട് പോകുന്ന പോലും ഇല്ലാതെ കിടക്കുന്ന ചേട്ടാ. ഇപ്പോൾ തലയിലെ ബ്ലഡ് ലീക്കായിട്ട് ഓർമ്മയില്ല. എന്നെ അടിക്കരുത്, ഉപദ്രവിക്കരുത്. ഈ സ്ഥിതിയിലാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം എനിക്ക് ചെയ്ത് തരുന്നേ. ഏതായാലും ചേച്ചിയുടെ മൊബൈൽ നമ്പർ, ആ മൊബൈൽ നമ്പറിലാണോ എനിക്ക് എന്നെ വിളിച്ച നമ്പറിലാണോ ഗൂഗിൾ പേ ഉള്ളത്? അക്കൗണ്ട് നമ്പറിലാണ്. ഇപ്പൊ ഗൂഗിൾ പേ ഇല്ല എനിക്ക്. അക്കൗണ്ട് നമ്പർ ഉണ്ടോ? ഉണ്ട്. എന്തായാലും ചേച്ചിയുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ ഇല്ലെന്നാ പറയുന്നത്. അക്കൗണ്ട് നമ്പർ ഗൂഗിൾ പേ ആക്കൂലേ ചേച്ചിയുടെ? അത് അറിഞ്ഞൂടാ. അപ്പോ അക്കൗണ്ട് നമ്പറേ ഉള്ളൂ അല്ലേ? ഇപ്പൊ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ എന്തായാലും ഞാൻ ഈ സ്റ്റോറിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മാന്യ പ്രേക്ഷകരൊക്കെ സഹായിക്കുക. ഒരു ഫ്രോഡ് പറ്റിച്ചത് മൂലമാണ് ചേച്ചി ഈ ഒരു അവസ്ഥയിലേക്ക് വന്ന് നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ചേച്ചിയായിരുന്നു. ഒരു ഫ്രോഡ് പറ്റിച്ചത് മൂലമാണ് ചേച്ചി ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്. എന്തായാലും നമ്മുടെ മാന്യ പ്രേക്ഷകർ സഹായിക്കുക. ഞാൻ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പറും ചേച്ചിയുടെ കോൺടാക്ട് നമ്പറും എന്തായാലും ഈ സ്റ്റോറിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.